നെയ്മറിന് എപ്പോഴും പരിക്കാണ് തൊട്ടാ വീഴുന്നു പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരിതൊന്ന് കാണും. നെയ്മർ തൊട്ടിനെ കൊണ്ടല്ല വീട്, ഓന് അറിഞ്ഞുകൊണ്ട് വീഴ്ത്ത്. ഓരോ വീഴ്ചകളും ശ്രദ്ധിച്ചു നോക്കി. ഒരാളും എത്ര ചെറിയ ആളാണെങ്കിലും അങ്ങനെ വീഴില്ല. കാരണം ഇവനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവന് വീഴ്ത്തുക. എല്ലാ ടീമിലുള്ളവർക്ക് പറയാം ഇവൻ ഈ നെയ്മർ എന്ന് പറഞ്ഞ നെയ്മർ JR എന്ന് പറയുന്ന ആൾ കളിച്ചു കഴിഞ്ഞാൽ അതൊരു വമ്പൻ കളിയായിരിക്കും എന്നറിയാം. അതുകൊണ്ടാണ് അവനെ തളർത്തി വേണം. അത് നോക്കും എടോ, രണ്ട് പേര് ഒരുമിച്ച് വന്നിട്ട് എന്ത് ആണ് ഉന്തി തള്ളിടുക. എടോ, റെസ്ലിങ് പോലെ കയറി എന്തൊരു കഷ്ടമാണത്. ഇപ്പോൾ ഇത് ഫുള്ള് കണ്ടാൽ മനസ്സിലാവും. നെയ്മർ തൊട്ടീനെ കൊണ്ട് പാറ്റുപാടി വീഴല്ല, ഓന് വീഴ്ത്തുകയാണ്, അറിഞ്ഞുകൊണ്ട് വീഴ്ത്തുകയാണ് എല്ലാവരും. കണ്ടോ, ടീഷർട്ട് പിടിച്ച് വലിച്ച് കണ്ടോ, കാലിൻ്റെ മുട്ടുമത് കുത്തി. എന്തൊരു കഷ്ടമാണ് ഇത്. നമ്മളോടൊക്കെ ആണെങ്കിൽ അടിച്ച് ആകെ സീനായിട്ടുണ്ടാവും ഇങ്ങനത്തെ കളിയെ കളിച്ചാൽ. അറിഞ്ഞുകൊണ്ട് ഓനെങ്ങനെ വീഴ്ത്തി കളിക്കുക. എന്ത് കളിയടച്ച വീടെടുക്കി ടീഷർട്ടൊക്കെ ഊരി കേട്ടോ, എന്ത് തള്ളിയിട്ടാണ് ചവിട്ടിയാനുണ്ട്. അറിഞ്ഞുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. വെറുതെ എല്ലാം ഒരു പരിക്കായിട്ട് വേൾഡ് കപ്പ് കളിക്കിറങ്ങാൻ കഴിയാത്തത്. ഇവനെ എല്ലാവരും ഇങ്ങനെ കുത്തിയിട്ടും ഇടിച്ചിട്ടും. ഓനാണെങ്കിൽ അവൻ്റെ മുഖം കണ്ടിട്ടില്ല, നിഷ്കളങ്കാണ്. ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ്റെ പോലെയാണ് അവൻ്റെ മുഖം തന്നെ. അവന് പരിക്കുകൾ അത്രയും വരുന്നതുകൊണ്ടാണ് അവൻ കളിക്കാൻ വരാത്തത്. അവന് അറിഞ്ഞുകൊണ്ടാണ് ആളുകൾ, മറ്റ് കളിക്കാർ, ടീമിലെ കളിക്കാർ അവൻ അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അവൻ കളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നമുക്കറിയാം. ആ ഒരു വെപ്പോ കണ്ടു, കാല് മൊത്തത്തിൽ കോരിട്ട് കുത്തി. ശരിക്കും ആ നീച്ച് പോക്കിലൊരു കുത്തു കൊടുക്കണം. പക്ഷെ അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, സീനാവും.